ഇനി എന്റെ ഒരുക്കം എന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടാ. ഞാൻ തനുജയാണെങ്കിൽ എന്റെ അമ്മയെ കണ്ടെത്തുക തന്നെ ചെയ്യും. സാറിന്റെ മുമ്പിൽ ഞാൻ ശപഥം ചെയ്യുക, എന്റെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് ആദ്യം ഞാൻ സാറിനെ തന്നെ അറിയിക്കും. എന്റെ അച്ഛനും അമ്മയ്ക്കും പകരം ഈ ഭൂമിയിൽ എന്ത് തന്നെ തന്നാലും ഞാൻ അടങ്ങില്ല സാർ. തനുജേ, നീ എന്തൊക്കെയാ പറയുന്നേ? കാര്യങ്ങൾ നല്ല രീതിയിൽ തീർക്കാൻ ഒരാൾ വരുമ്പോ അതില്ലാതാക്ക. എന്റെ രീതികൾ അറിയാവുന്ന ആൾക്കാരാ നിങ്ങൾ രണ്ടുപേരും. ഞാൻ ബലരാമൻ സാറിന്റെ മുന്നിൽ കാണിക്കുന്ന ഈ മര്യാദയും ബഹുമാനവും മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഈ ആദരവ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. തനുജക്ക് എന്നോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. അനുസരിക്കാം. പക്ഷെ സാറിനോടുള്ള ബഹുമാനം ഇല്ലാതാക്കുന്ന ഒന്നും ആവശ്യപ്പെടരുത്. സിദ്ധുവായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷേ കുറച്ച് സമയം വേണം എനിക്ക് എല്ലാത്തിനും. പറഞ്ഞില്ലേ, അതുവരെ സാമ്പത്തികം എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എത്തിച്ചേരാം. എന്റെ അച്ഛന്റെ ബുദ്ധിയാണിത് അല്ലേ? എന്നെ എങ്ങനെ ഒതുക്കി ഒരിടത്ത് ഇരുത്തണമെന്ന് പറഞ്ഞു കാണും. പറഞ്ഞത് സിദ്ധാർത്ഥനല്ല, അന്ന് ചന്ദ്രോത്ത് വെച്ച് ദേവിക മോളാ പറഞ്ഞേ. ഓ, ആ കുട്ടി പറഞ്ഞതെല്ലാം കേട്ടപ്പോ അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. തനുജെ, ആ ദേവികയും അതുപോലെ ആ വീട്ടിലെല്ലാവരും വല്ലാതെ വിഷമിക്കുക. ആ ദേവിക ഇതിന്റെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതെനിക്കറിയാം. അല്ല, ആ കുട്ടി ഒരു പാവ. നല്ല ഉദ്ദേശത്തോടെ മാത്ര അയാൾ ഓരോന്ന് ചെയ്യുന്നത്. അല്ല 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 അവളെ ഞാൻ തനുജ. സോറി സർ. മോളെ, അല്ല തനുജെ. സാറ് മോളിന്ന് തന്നെ വിളിക്കണം സർ. എന്റെ അച്ഛനിൽ നിന്ന് ആ വിളി കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല എനിക്ക്. സാറെങ്കിലും എന്നെ അങ്ങനെ വിളിക്കണം. ശരി, സിദ്ധുവിനെ സഹായിക്കാൻ വേണ്ടിയല്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. മോള് വണ്ടിയിലേക്ക് വാ. മോളെ, ബഹളം ഉണ്ടാക്കാതെ സാറ് പറയുന്ന അനുസരിക്ക്. എല്ലാം നിന്റെ നന്മയ്ക്കാ മോളെ. ഇതാ 2 ലക്ഷം രൂപയുണ്ട്. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഇത് ഞാൻ വാങ്ങിയത് സാർ ഒരു കാര്യം പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് കരുതണ്ടെന്ന് കരുതിയ. ഇനി ഈ കാശ് തിരിച്ചു വാങ്ങണം. അല്ല അയ്യോ കുട്ടി, സാർ ഇത് തിരിച്ചു വാങ്ങണം പ്ലീസ്. വാങ്ങണം സാർ. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആർത്തി പണത്തോടാ. ഇപ്പോഴും അങ്ങനെ. ആ നന്ദനോട് 1 കോടി രൂപയാ ഞാൻ ആവശ്യപ്പെട്ടത് ഒഴിഞ്ഞു പോവാൻ. പക്ഷെ ഇപ്പോ എന്റെ അമ്മയെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ തീരുമാനങ്ങൾ മാറ്റിയിരിക്കാം. ഞാൻ പണം വാങ്ങും, എന്റെ ഷെയർ അയാളിൽ നിന്നും. അത് എന്റെ അമ്മയും കൂടി കണ്ടെത്തിയ ശേഷം.
അമ്മ എന്തൊക്കെ അനുഭവിച്ചു എന്നറിയണം. അമ്മയ്ക്ക് കിട്ടാനുള്ളതും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടേ ഞാൻ എന്റെ പങ്ക് വാങ്ങും. എന്തായാലും ഈ ക്യാഷ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചേൽപ്പിച്ചേക്ക്. തീരുമാനങ്ങൾക്ക് മാറ്റമില്ലല്ലേ? ഇല്ല സർ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.